Hi guys, welcome back to our channel. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഹെയർ ഭയങ്കര മോശമായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും സ്മൂത്തൻ ചെയ്യണത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റായിട്ട് ഹെയർ സ്മൂത്തൻ ചെയ്തത് നമ്മുടെ ഇൻഫോപാർക്കിൻ്റെ അടുത്തുള്ള ബാരിക്സ് സലൂൺ എന്നാണ് പേര്. അവിടെയാണ് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്തത്. അപ്പോൾ വീണ്ടും ഞാൻ അവിടെ വന്നേക്കാണ്. അവിടെ ഇപ്പോൾ എന്തോ ഒരു ഓഫർ ഉണ്ടെന്നൊക്കെ കേട്ടു. എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ എത്രയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ മുടി എന്തായാലും സ്മൂത്തൻ ചെയ്തേ പറ്റുള്ളൂ, ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ മുടി സ്മൂത്തൻ ചെയ്യാൻ പോട്ടെ. ഇപ്പോൾ തന്നെ ടൈം വൈകി, കുറേ നേരം ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ചോദിച്ചു നോക്കാം നമുക്കിന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഈ ചേട്ടനാണ് എൻ്റെ മുടി സ്മൂത്തൻ ചെയ്ത് തരുന്നത് കേട്ടോ. ഈ ചേട്ടൻ്റെ പേര് മിസ്റ്റർ രാജീവ് എന്നാണ്. ചേട്ടനിപ്പോൾ എനിക്ക് ഇവിടുത്തെ ഓഫറും കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. അതിനുശേഷം ചേട്ടൻ എൻ്റെ മുടി നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ട് ഓരോന്നും എടുത്ത് എത്രത്തോളം ഹെയർ ഡാമേജ് ആണെന്നൊക്കെ നോക്കി, എന്നിട്ടാണ് ചേട്ടൻ ബാക്കി പ്രോസസ്സിലേക്ക് കടന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ വാഷിംഗ് ആയിരുന്നു. അപ്പോൾ എൻ്റെ മുടി കഴുകാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം എൻ്റെ തലയിൽ ഓയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ മുടിയൊക്കെ ഷാമ്പു ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഞാനും ഏട്ടനും കൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും കേട്ടോ. ഏട്ടനാണ് എൻ്റെ ക്യാമറാമാൻ. പിന്നെ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇരിക്കുന്ന സീറ്റ് ആദ്യം തന്നെ അവർ സാനിറ്റൈസ് ചെയ്തിട്ടാട്ടോ എന്നെ അവിടെ ഇരുത്തിയത്. ഇനി നമ്മളുടെ ചേട്ടൻ, അതായത് സ്റ്റൈലിസ്റ്റ് ഇപ്പോൾ വരും, എന്നിട്ടാണ് ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചേട്ടനെത്തി. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയിലെ ചടയൊക്കെ മൊത്തം കളയുമായിരുന്നു കേട്ടോ. ഫുൾ ചീകി നല്ല രീതിയിൽ ചട കളയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ എൻ്റെ മുടിയുടെ ലെങ്ത്ത് ശരിക്കും അറിയണം കേട്ടോ. ഇവിടെ എനിക്ക് ചേട്ടൻ എൻ്റെ മുടിക്ക് പറ്റിയ പ്രൊഡക്റ്റ് ഏതാണെന്നാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. നമുക്ക് പ്രൊഡക്റ്റ്സ് കാണിച്ചു തരും നമ്മളുടെ മുടിക്ക് ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഓരോരുത്തർക്കും ഓരോ ഹെയർ ടൈപ്പ് ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ യൂസ് ചെയ്യേണ്ട പ്രൊഡക്ട്സ് ലോറിയൽ എക്സ്റ്റൻസും ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ചേട്ടൻ എൻ്റെ മുടി 2 പാർട്ടാക്കി, എന്നിട്ട് കുറേശ്ശെ എടുത്തിട്ടാട്ടോ മുടിയിൽ ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, അതായത് എൻ്റെ മുടി ഓൾറെഡി സ്മൂത്തൻഡ് ആണ്, അതായത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഫുൾ ഹെയർ വീണ്ടും ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എത്രത്തോളമാണോ എൻ്റെ മുടി കേളായത് അവിടം വരെ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ള മുടി പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാനും അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വരെയാണോ എൻ്റെ മുടി വളർന്നോ അവിടം വരെ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ചേട്ടൻ എന്നോട് ഞാൻ ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഷാമ്പൂവിൻ്റെ പേര് പറഞ്ഞപ്പോഴേക്കും ചേട്ടൻ എന്നോട് പറഞ്ഞു ആ ഷാമ്പു ഇനി യൂസ് ചെയ്യരുത്, കാരണം എൻ്റെ മുടിക്ക് ആ ഷാമ്പു ഒട്ടും സ്യൂട്ടാവില്ല. കാരണം എൻ്റെ മുടി ഓൾറെഡി സ്മൂത്തൻഡ് ആണല്ലോ. അപ്പോൾ ആ സ്മൂത്തൻ ചെയ്ത ഹെയറിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹെയർ പഴയ രീതി തന്നെ ആകും. പകരം ചേട്ടൻ തന്നെ ഒരു ഷാമ്പു എനിക്ക് സജസ്റ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു, എൻ്റെ ഹെയർ തിക്കായതുകൊണ്ട് കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല, പകരം ഹെയർ മാസ്ക് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഹെയർ കണ്ടീഷണറാണ് യൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് അത് നിർത്താൻ പറഞ്ഞു, പകരം ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാൻ. അതെനിക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കണം എന്നൊന്നും അവർ പറഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ പേര് പറഞ്ഞു തന്നു, നിങ്ങൾക്ക് എവിടെ നിന്നാണോ റേറ്റ് കുറച്ച് കിട്ടുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഹെയർ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട, പകരം ഹെയർ മാസ്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു എത്ര പ്രാവശ്യം എൻ്റെ ഹെയർ വാഷ് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ഡെയിലി ഇനി ഹെയർ വാഷ് ചെയ്യരുത്, ട്രീറ്റഡ് ഹെയർ ആകുമ്പോഴേക്കും ആഴ്ചയിൽ 3 ദിവസമേ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അപ്പോൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ച് മനസ്സിലാക്കി എന്നെ കുറേ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് തന്നു കേട്ടോ ചേട്ടൻ. ഇതുപോലെ കുറച്ച് മുടിയെടുത്തിട്ടാണ് കേട്ടോ ചേട്ടൻ ഫുൾ എൻ്റെ ഹെയറിൽ ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ മുടിയിൽ ക്രീം അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒരു 10 മിനിറ്റ് തന്നെ ഇരുത്തി കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ചേട്ടൻ വന്ന് നോക്കിയപ്പോഴേക്കും എൻ്റെ ആദ്യം ചെയ്ത സ്ഥലത്ത്, അതായത് നെക്കിൻ്റെ ഭാഗത്ത് ഡ്രൈ ആയി തുടങ്ങി. അപ്പോൾ ചേട്ടൻ അതൊരു ഹോട്ട് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു കേട്ടോ.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഹെയറിനെ പറ്റിയിട്ടുള്ള എല്ലാ സജഷൻസും ഈ ചേട്ടനോട് ചോദിക്കാം കേട്ടോ. നല്ല പക്കയായിട്ട് പറഞ്ഞു തരും. സത്യം കംപ്ലീറ്റ് ആയിട്ട് ചോദിച്ചിട്ട് ഈവൻ ഞങ്ങളിത് വീഡിയോ എടുക്കണതൊക്കെ പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞിട്ടാട്ടോ. ആദ്യം നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇനിയാട്ടോ ഏറ്റവും കൂടുതൽ ടൈം എടുത്തൊരു പ്രൊസീജിയർ എൻ്റെ ഹെയർ മൊത്തം അയൺ ചെയ്യൽ. എൻ്റെ അമ്മേ, ശരിക്കും പറഞ്ഞാൽ ഇരുന്നിരുന്ന് നമുക്ക് മടുത്തു പോകും. അത്രമാത്രം ഒന്നത് എനിക്ക് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ആ ചേട്ടൻ കുറേ പാടുപെട്ടു. ശരിക്കും പറഞ്ഞാൽ പാവം തോന്നിപ്പോയി. കൈയൊക്കെ വേദന എടുക്കുമായിരുന്നു ആ ചേട്ടൻ്റെ. അങ്ങനെ എൻ്റെ ഹെയർ മൊത്തം അയൺ ചെയ്തു. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ഇരുന്നിരുന്ന് ഉപ്പാട് ഇളകിപ്പോയി. ഏട്ടനാണെങ്കിലും ബോറടിച്ച് ചത്തു. അത്രയ്ക്കും അവശതയായിപ്പോയി. കാരണം നല്ല രീതിയിൽ ലേറ്റുമായിട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മുടി അത്യാവശ്യം തിക്നെസ്സും ലെങ്ത്തും ഉള്ളത് കൊണ്ടാണ് ഇത്രയും ടൈം എടുത്തതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫിക്സിങ് ക്രീം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം വെച്ചാൽ എൻ്റെ മുടി ഇപ്പോൾ അയൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരുമാതിരി മുള്ളമ്പതിനെ പോലെ കുറേ മുടികളൊക്കെ ഇങ്ങനെ പൊങ്ങി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്ത് സ്മൂത്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നത്. രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ഈ ക്രീം അപ്ലൈ ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റായി. ഈ ഒരു ക്രീം ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളുടെ മുടിയിൽ ഈ ക്രീം വെക്കുക. അതിനുശേഷം നമ്മൾ വാഷ് ചെയ്യുക. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായ ഹെയർ വാഷിങ്ങും കഴിഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് ഇവരൊന്ന് ബ്ലോ ഡ്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുടി നനയ്ക്കാൻ പാടില്ല. 3-ാമത്തെ ദിവസം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഹെയർ വാഷ് ചെയ്യാം. പക്ഷേ അതിനനുസരിച്ച് പ്രൊഡക്ട്സ് നിങ്ങൾ മേടിച്ച് വെക്കണം. അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 3-ാമത്തെ ദിവസം സലൂണിൽ വന്നിട്ട് തന്നെ ഹെയർ വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ അവർ ആ ക്രീമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് തരും. അതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 2 ദിവസം ഉണ്ടല്ലോ, നമ്മൾ നല്ല രീതിയിൽ മുടി കെയർ ചെയ്യണം കേട്ടോ. കാരണം മുടി കെട്ടി വെക്കാൻ പാടില്ല, അഴിച്ചിടണം. പിന്നെ അതുപോലെ തന്നെ ചെവിയുടെ ഇടയിലോട്ടൊന്നും കയറ്റി വെക്കാൻ പാടില്ല, അപ്പോഴേക്കും മുടി വളഞ്ഞു പോവും. അപ്പോൾ ആ 2 ദിവസം നമ്മൾ നല്ല പക്കയായിട്ട് ഹെയർ കെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ ഹെയർ മൊത്തം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചേട്ടൻ. അതുപോലെ തന്നെ ഇവിടെ കിഡിലിന് ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഓഫേഴ്സൊക്കെ ചെക്ക് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ പേയ്മെൻറ്റ് ചെയ്യുകയാണ്. എൻ്റെ പേയ്മെൻറ്റ് ആയത് എനിക്ക് 3999 റുപ്പീസാണ്. അതുപോലെ തന്നെ എനി ലെങ്ത് സ്മൂത്തനിങ് ഓർ കെറാറ്റിൻ 3999 റുപ്പീസേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹെയർ കളറിങ് ഒക്കെ 50% ഓഫ് ഉണ്ട്. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഹെയർ കളർ ചെയ്യാം കേട്ടോ. കാരണം ഈ ചേട്ടൻ്റെ വർക്ക്സൊക്കെ ഞാൻ കണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തു തരും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഹെയറിന് പറ്റിയത് നമ്മളുടെ ഫേസിന് സ്യൂട്ട് ചെയ്ത കളേഴ്സൊക്കെ ചേട്ടൻ ചെയ്തു തരും കേട്ടോ. എന്തായാലും ചേട്ടൻ ഒരു രക്ഷയില്ല. ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് പക്കയായിട്ട് ക്ലിയർ ചെയ്ത് തരും. അത് നമുക്ക് മനസ്സിലാവണ വരെ ചേട്ടൻ പറഞ്ഞു തരും. അത്രയും സൂപ്പറാണ്. പിന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നില്ല കേട്ടോ. ഇത് പാർട്ട് 1 ആയിട്ടാണ് ഞാൻ ഇടുന്നത്. ഇനി പാർട്ട് 2 ഉണ്ട്. അത് ഞാൻ എൻ്റെ ഹെയർ വാഷിങ്ങും പിന്നെ അതിന് ശേഷം ചേട്ടൻ അടിപൊളിയായിട്ട് എന്നെ ഹെയർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതൊക്കെ ഞാൻ പാർട്ട് 2-ൽ ഇടാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടിപ്പുറത്തൊരു ബെല്ലൈക്കനാണ്, അതും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കാം കേട്ടോ. ഇതുപോലെ അടിപൊളി വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്. ബൈ.